يغفر الذنوب لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അല്ലാഹുവേ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയവർ, ദിക്ർ ചൊല്ലിയവർ, സ്വലാത്ത് ചൊല്ലിയവർ, ഹദ്ദാദ് ചൊല്ലിയവർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവർ, അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ മദ്ഹുകൾ ചൊല്ലിയവർ, അല്ലാഹുവേ ആരെല്ലാമാണ്, അവരുടെ പേരെന്താണ്, അവരുടെ വീടേതാണ്, അവരുടെ നാടേതാണ്, അവരുടെ മുറാദ് എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, ആരാണ് അവരിൽ നിന്ന് മരിച്ച് ഖബറിലുള്ളത്, ആ ഖബറാളികളുടെ അവസ്ഥ എന്താണ്. അല്ലാഹുവേ, അവരിൽ ആരെല്ലാം വീടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മക്കളുള്ളവരുണ്ട്, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, കടമുള്ളവരുണ്ട്, ജോലിയുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ബിസിനസ് ഉള്ളവരുണ്ട്, കച്ചവടമുള്ളവരുണ്ട്, അല്ലാഹുവേ യാത്രക്കൊരുങ്ങിയവരുണ്ട്. അങ്ങനെ തുടങ്ങി അവരാരെല്ലാമാണ്, എന്തെല്ലാമാണെന്നറിയുന്ന രാജാതിരാജനായ അല്ലാമുൽ ഗുയൂബായ യജമാനനായ റബ്ബേ, എല്ലാവരെയും നിനക്ക് അറിയാമല്ലോ അല്ലാ, അവരുടെ സ്ഥിതിഗതികൾ നിനക്ക് അറിയാമല്ലോ അല്ലാ. അല്ലാഹുവേ, അവര് നിന്റെ ദിക്റാണ് ചൊല്ലിയത്, അവര് നിന്റെ ഖുർആനാണ് ഓതിയത്, അവര് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ് ചൊല്ലിയത്. എത്ര വലിയ പാവികളാണെങ്കിലും ദോഷികളാണെങ്കിലും വിവരമില്ലാത്തവരാണെങ്കിലും അറിവില്ലാത്തവരാണെങ്കിലും അല്ലാഹുവേ, അവർ ആഗ്രഹത്തോടെ ഈ നല്ല സമയങ്ങളും നല്ല നേരങ്ങളും ചെലവഴിച്ചത് നിന്നെ ഓർക്കാനാണ്, നിനക്ക് വേണ്ടിയാണ്. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ, വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മുറാദ് നീ ഹസുലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന് മുന്തിയ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് നാളെ ഖബറിനടുത്ത് വന്ന് ഖുർആൻ ഓതുന്ന മക്കളാക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തി നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് നല്ല മക്കളെ നീ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ, വിഷമങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ, കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒരു ഹക്കിടപാടുകളും പൂർണ്ണമായി വീട്ടിയിട്ടല്ലാതെ ഞങ്ങളിൽ ഒരാളെയും നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ആർക്കെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം കൊടുക്കാനുണ്ടോ അത് കൃത്യമായി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ, കൊടുക്കേണ്ട കൈകളിൽ അല്ലാഹുവേ കൃത്യമായി കൊടുക്കാനുള്ള സമ്പത്തും ശേഷിയും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ, ഐബാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ദീർഘായുസ്സു തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ നീ മൗത്താക്കി കളയല്ല അല്ലാ.
അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. അപകടങ്ങളിൽ പറ്റുവിട്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ അറ്റാക്ക് ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ നടുറോട്ടിൽ ചിന്നിച്ചു തരുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെ യാത്രകളിലും ഞങ്ങളെ സർവത്തിലും നീ കാവലാകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വാഹനങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ വിദേശത്തുള്ളവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ഞങ്ങളെ പ്രവാസികൾ ഈ മദനീയം പരിപാടികളിൽ പങ്കെടുക്കുന്ന പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കൂട്ടുകുടുംബങ്ങള്, സഹോദരങ്ങള്, സഹോദരിമാര് എല്ലാവർക്കും നീ കാവലാകണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ ഈമാന് സലാമത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന സമയം ഞങ്ങളെ മൂമിനായിട്ടല്ലാതെ നീ മരിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളെ ഖബർ ജീവിതം നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഖബർ ജീവിതം കണ്ണെത്താ ദൂരം വിശാലതയുള്ള ഖബറാക്കണേ അല്ലാ. ഞങ്ങളെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിൽ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ. നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോ ഞങ്ങളെ വലത് കൈയിൽ നീ കിതാബിനെ തരണേ അല്ലാ. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കിടക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചവരിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാ. കാമിലായ ആജിലായ ഷിഫായിനെ കൊടുക്കണേ അല്ലാ. വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാ. മാതാപിതാക്കളുള്ളവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരും ഭാര്യമാരും ഉള്ളവരുണ്ട് അല്ലാ. പല നിലക്കുള്ള രോഗങ്ങളുണ്ട് അല്ലാ. നെഞ്ചുവേദനയുള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ പുറം വേദനയുള്ളവരുണ്ട് അല്ലാ. തൈറോയിഡിന്റെ പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. ശാരീരികമായ പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. മാനസികമായ പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. കാമിലായ ആജിലായ ഷിഫാ നൽകണേ റബ്ബേ. എത്രയും പെട്ടെന്ന് നീ റാഹത്ത് നൽകണേ അല്ലാ. നീ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളും തട്ടി ദൂരത്താക്കണേ അല്ലാ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഹൈബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഞങ്ങളെ പ്രിയപ്പെട്ട ജബ്ബാർ ഹസനി ഉസ്താദ് അടക്കം എല്ലാവർക്കും നീ കാമിലായ ഹാജിലായ ഷിഫായിനെ നീ കൊടുക്കണേ അല്ലാ. നീ റാഹത്ത് നൽകണേ അല്ലാ. നീ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ എല്ലാ നിലക്കും നിന്റെ കാവല് ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. മദീനയിലെത്തിക്കണേ അല്ലാ. മദീനയിലെത്തിക്കണേ അല്ലാ. മദീന കാണിക്കണേ അല്ലാ. കഅബ കാണിക്കണേ അല്ലാ. കഅബ ചുംബിപ്പിക്കണേ അല്ലാ. ഹുജറത്തു ഷരീഫിന്റെ അടിയിൽ നിന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മദീനയിൽ ഒരിടം തരണേ അല്ലാ. ജന്നത്തുൽ ബഖീൽ ഒരിടം തരണേ അല്ലാ. ഒരു തൗഫീഖ് തരണേ അല്ലാ. ഒരു അവസരം തരണേ അല്ലാ. ആ മണ്ണിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ഞങ്ങളെ മുറാദുകൾ നീ ഹസുലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ റഹ്മാനേ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് മുത്തു റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ച് ചുംബിക്കാനും അവിടുത്തെ പൂമുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക